അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വേദഭാഗത്തിന്റെ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ആ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന് മോശ ദൈവത്തോട് പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അനുഗ്രഹീതമായ ഒരു ലീഡർഷിപ്പാണ് മോശ ഇസ്രായേൽ മക്കളെ നടത്തി നയിച്ചത്. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോശയോട് പറഞ്ഞ മുഖേന മോശ 6 ലക്ഷം പുരുഷന്മാര് കൂടാതെ അവരുടെ ഭാര്യമാരും മക്കളുമാരെല്ലാം 25 ലക്ഷം പേര് മോശ കനാലിലേക്ക് എത്തിക്കുവാൻ ലീഡർഷിപ്പ് എടുത്തപ്പോൾ മോശയ്ക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ മോശ പറയുകയാണ്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ. നിങ്ങൾ നോക്കിക്കേ, ഒത്തിരി സമ്പന്നന്മാരുണ്ട്, ഒത്തിരി കരുത്തന്മാരുണ്ട്, ഒത്തിരി ആൾക്കാരുടെ ബലമുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് മോശ ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, തിരുസാന്നിധ്യം ഞങ്ങളോട് ഇല്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ എന്ന്. അതിന്റെ 14-ാം വാക്യം ഇങ്ങനെയാണ് ദൈവം പറയുന്ന ഒരു പദം: എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരുമെന്ന് അരുളി ചെയ്തു. പ്രിയമുള്ളവരെ, ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ, ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ ഇല്ലെങ്കിൽ, തിരുസാന്നിധ്യം നമ്മളോട് ഇല്ലെങ്കിൽ നമ്മളെല്ലാം പരാജയപ്പെട്ടു പോകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ആരൊക്കെ മാറി നിന്നാലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും തിരുസാന്നിധ്യം നിന്നോടുകൂടെ പോരുന്നെങ്കിൽ നിശ്ചയമായിട്ട് നീ സ്വസ്ഥത അനുഭവിക്കും, നിശ്ചയമായിട്ട് നീ സമാധാനം അനുഭവിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ള ഒരു ദൈവ പൈതലിനെ സ്വസ്ഥതയാണ് ഏറ്റവും പ്രാധാന്യം, സ്വസ്ഥതയും സമാധാനവുമാണ് ഏറ്റവും പ്രാധാന്യം. എന്നാൽ ദൈവ സാന്നിധ്യം ചുമക്കുന്ന ഒരു സഹോദരനാകട്ടെ, സഹോദരി കുഞ്ഞുങ്ങൾ ആരാകട്ടെ, പക്ഷേ നിങ്ങൾ സ്വസ്ഥത അനുഭവിക്കും, നിങ്ങൾ സമാധാനം അനുഭവിക്കും. നിങ്ങൾ കഴിഞ്ഞ വിഷയങ്ങളുടെ നടുവിലൊക്കെയും സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ സമാധാന സ്വസ്ഥതയെ അനുഭവിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് സ്വസ്ഥത തന്റെ ജനങ്ങൾ അനുഭവിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സമാധാനമില്ല, സന്തോഷമില്ലാതെ പലരും നെട്ടോട്ടം ഓടുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നു, നീ ഒരു ദൈവ വൈദ്യരാണെങ്കിൽ നിശ്ചയമായിട്ട് നീ സമാധാനം അനുഭവിക്കും, സ്വസ്ഥത അനുഭവിക്കും. അതാണ് മോശ പറഞ്ഞത്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോകണം. എനിക്ക് ജനങ്ങൾ സ്വസ്ഥത തരത്തില്ല, ജനങ്ങൾ എനിക്ക് സമാധാനം തരത്തില്ല, പക്ഷെ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സ്വസ്ഥത നൽകും. ഇന്ന് പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്വസ്ഥതയില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും സമാധാന സ്വസ്ഥതയെ കർത്താവ് ഈ നാളുകളിൽ നിനക്ക് തരുമെന്ന് ഈ വചനത്തിൽ കൂടി നമ്മളെ അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ.